ഒരു ജ്യേഷ്ഠനാണ് ഈ കുഞ്ഞിനുള്ളതെന്നും പറയുന്നു. അനന്തൻ തുടരുന്നുണ്ട്. അനന്തൻ, കേബിളില് മറ്റോ കുരുങ്ങിയിട്ടാണ് ഈ വാഹനത്തിന്റെ അടിയിൽ പെടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആയൊക്കെ ആ ബസ്സിലുണ്ട് എന്നൊക്കെ പറയുന്നു. ഏറ്റവും പുതിയതായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അനന്തന് ലഭിച്ചിട്ടുണ്ടോ? പൂജ, അക്ഷയ, നമ്മൾ ഇപ്പോൾ ഈ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും മുൻ വാർഡ് അംഗവും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എങ്ങനെയാണ് വളരെ യാദൃശ്ചികമായ ഒരു കുഞ്ഞിന് മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ള വിവരമാണിപ്പോൾ അവരിലൂടെ പുറത്തു വരുന്നത്. ഇതേ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മടവൂരിലെ KSRTC ജീവനക്കാരനായ മണികണ്ഠൻ്റെയും ഒരു സ്റ്റേഷനറി ഷോപ്പിൽ ജീവനക്കാരിയായ ശരണ്യയുടെയും മകൾ കൃഷ്ണേന്ദുവാണ് മരിച്ചത്. മടവൂർ ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. സ്കൂൾ ബസ്സിൽ വീടിന് തൊട്ടടുത്തുള്ള റോഡിൽ ബസ് ഇറങ്ങി മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ഒരു കേബിളിൽ കാൽ തട്ടി കുഞ്ഞ് ബസ്സിൻ്റെ അടിയിലേക്ക് വീഴുകയായിരുന്നു. ഡ്രൈവർ ഇതറിയാതെ ബസ് മുന്നോട്ടെടുത്തു. അങ്ങനെ കുഞ്ഞിൻ്റെ തലയിലൂടെ വാഹനത്തിൻ്റെ ടയർ കയറിയിറങ്ങി തൽക്ഷണം മരണം സംഭവിച്ചു. പക്ഷേ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ആൾക്കാരുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ, അതായത് വലിയച്ഛൻ്റെ ഭാര്യ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഓട്ടോ ഡ്രൈവർ ഇത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ദൃക്സാക്ഷികളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കൺമുന്നിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ആ കുഞ്ഞ് ഒരു പക്ഷേ ആ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന ഒരു സന്തോഷം കൊണ്ടൊക്കെ, അല്ലെങ്കിൽ മൂത്തമ്മയെ കണ്ട സന്തോഷത്തിൽ ഇറങ്ങി ഓടിയതാകാം. ആ ഓടുന്ന വഴിക്ക് നമ്മളിപ്പോൾ ഈ റോഡിലൊക്കെ പണികൾ നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത്ര അശ്രദ്ധമായി ഇങ്ങനെ പണി നടക്കുമ്പോൾ കുഴികൾ കുഴിച്ചും കേബിൾ വലിച്ചിട്ടും ഒക്കെ പണികൾ നടത്തുമ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഒരു അപകടത്തിനുള്ള വഴിയല്ലേ നമ്മൾ തുറന്നിടുന്നതെന്നുള്ളത്. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അവിടെ ഒരു കേബിൾ ആ പണി നടക്കുന്നതിനിടയിൽ അശ്രദ്ധമായി കേബിൾ ഇട്ടതാണ്. ആ കേബിളിൽ തട്ടിയാണ് ആ കുഞ്ഞ് മറിഞ്ഞ് വാഹനത്തിൻ്റെ അടിയിലേക്ക് വീണതെന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ളവരുടെ വിവരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ വില്ലനായത് ആ കേബിൾ പണിക്കാരും അല്ലെങ്കിൽ ആ അശ്രദ്ധമായ കേബിൾ ഉപയോഗിച്ചവരും തന്നെയാണ്. അതാണ് ആ കുഞ്ഞിൻ്റെ അപകടത്തിലേക്കും ആ മരണത്തിലേക്കും വഴിയൊരുക്കിയത്. ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ല കുഞ്ഞിനെ എത്തിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് അവിടെ നിന്ന് അധികം ദൂരമല്ലാതെയുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ കുഞ്ഞിന്റെ അച്ഛൻ അവിടേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. രണ്ടുപേരും വീട്ടിലില്ലായിരുന്നു. ഒരു കേബിളിൽ കുരുങ്ങി ആ കുഞ്ഞ് വീഴുകയായിരുന്നു. ഈ കേബിളിനെ പറ്റി നമ്മൾ തന്നെ പലപ്പോഴും പലതരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, ആ കേബിളിൽ തട്ടി കുരുങ്ങി വീണതൊക്കെ റോഡിലേക്ക് ഇങ്ങനെ അലക്ഷ്യമായി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അപകടം വിളിച്ചു വരുത്ത ഒന്നുമില്ല. കുഞ്ഞ് സ്കൂൾ വിട്ട് തിരികെ വന്നാണ്. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. തീർത്തും ദാരുണമായിട്ടുള്ള സംഭവം.